നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 15 വയസ്സുകാരിക്ക് നേരെ അതിക്രമം. യുവാവ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിൽ. ഓടനാവട്ടം പാലോട്ടുകോണം സ്വദേശി മനുവാണ് അറസ്റ്റിലായത്. കുന്നത്തൂരിലെ നവകേരള സദസ്സ് ചക്കുവള്ളിയിൽ നടത്തും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വേദിയൊരുക്കും. കൊല്ലത്ത് നവകേരള സദസ്സിനായി ചതുപ്പ് നിലം നികത്താൻ ശ്രമിച്ചത് യുവമോർച്ച തടഞ്ഞു. കൊല്ലം തോടിന്റെ വികസന മുരടിപ്പ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ യുവമോർച്ച ഉപരോധിച്ചു. 15 വർഷത്തിലധികമായി തോട് വികസനത്തിന്റെ പേരിൽ തുക ദൂർത്തടിക്കുകയാണെന്ന് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. 15 വയസ്സുകാരിക്ക് നേരെ അതിക്രമം കാട്ടിയ യുവാവിനെ പോക്സോ നിയമപ്രകാരം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓടനാവട്ടം മത്തായിമുക്ക് ഞാറക്കൽ കോളനിയിൽ മനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വീടിനു സമീപം മറ്റു കുട്ടികളുമായി കളിച്ചുകൊണ്ടുനിന്ന പെൺകുട്ടിയോട് ഇയാൾ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും പിന്നീട് പെൺകുട്ടിയുടെ സമീപത്തെത്തി കടന്നുപിടിച്ച ശേഷം മേൽവസ്ത്രം ബലമായി പിടിച്ചു കീറുകയും ചെയ്തു. അക്രമത്തിനിരയായ കുട്ടിയും മറ്റു കുട്ടികളും ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ ഓടിക്കൂടിയപ്പോഴേക്കും മനു രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് മനുവിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൂയപ്പള്ളി CI ST ബിജു, SI G അഭിലാഷ്, SIമാരായ അനിൽകുമാർ, ചന്ദ്രകുമാർ, ACPO ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മനുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. നിർമ്മാണം പൂർത്തിയായിട്ടും ഹൈമാസ് ലൈറ്റ് പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പനപ്പെട്ടി പാറയിൽമുക്കിൽ 2019 MLA ഫണ്ട് വിനിയോഗിച്ച് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. നാളിതുവരെ വൈദ്യുതി കണക്ഷൻ നൽകാൻ പോലും പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ചാണ് RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ചും കരിങ്കൊടി കെട്ടിയും പ്രതിഷേധം നടത്തിയത്. പാറയിൽമുക്കിൽ 2019 സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കാനോ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനോ ശാസ്താംകോട്ട പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുക്കുന്നില്ല. 2019 പൈപ്പിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടും നാളിതുവരെയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധത്തിന് ഇടയാക്കി. RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈമാസ് ലൈറ്റിന് മുന്നിൽ റീത്ത് വെച്ചും കരിങ്കൊടി കെട്ടിയും ദീപം തെളിയിച്ചും പ്രതിഷേധിച്ചു. RSP കുന്നത്തൂർ മണ്ഡലം സെക്രട്ടറി KG വിജയദേവൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൽ ഉൾപ്പെട്ട പനപ്പെട്ടി ഗ്രാമത്തിന്റെ വികസനം, ഇവിടെ ധാരാളം വാഹനങ്ങൾ ഓടിക്കൂടുന്ന ജംഗ്ഷൻ, ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ വെട്ടവും വെളിച്ചവും അത്യാവശ്യമാണ്. അതിനുവേണ്ടി MLA ബഹുമാനപ്പെട്ട MLA അനുവദിച്ച ഹൈമാസ് ലൈറ്റ്, അതിന് കറണ്ട് വൈദ്യുതി കൊടുക്കുന്നതിന് ശാസ്താംകോട്ട പഞ്ചായത്ത് ആരോ പിണങ്ങി ഇവിടെ വൈദ്യുതി കൊടുക്കുന്നതിൽ നിന്നുള്ള പിടിവാശി ഉപേക്ഷിക്കണം. ആ പഞ്ചായത്തിന്റെ പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഹൈമാസ് ലൈറ്റിന് പഞ്ചായത്തിന്റെ അനുമതിയും കറണ്ട് കൊടുക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. പനപ്പെട്ടി ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ പനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. ഈ ശാസ്താംകോട്ട പഞ്ചായത്തോ MLA ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ MLA നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് പറഞ്ഞാൽ ശാസ്താംകോട്ട പഞ്ചായത്ത് അനുമതി തരട്ടെ എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് നമ്മൾ ശാസ്താംകോട്ട പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് കമ്മിറ്റിയെ പോയി കാണുകയും യാതൊരു കാരണവശാലും അവർ ലൈറ്റ് അനുവദിക്കുകയില്ല എന്നും അതിനു വേണ്ടി നിങ്ങളൊരു സാധാരണ ബൾബ് കുറിക്കാൻ മതി എന്നാണ് അവരുടെ നിലപാട്. ആയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാറയിൽ ജംഗ്ഷൻ മിനി ഹൈമാസ് ലൈറ്റിന്റെ അടുത്ത് തന്നെ വെച്ചാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിജയചന്ദ്രൻ നായർ, RYF കൊല്ലം ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലട, മണ്ഡലം സെക്രട്ടറി മുൻഷീർ ബഷീർ, RSP മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നവാസ് ചേമത്തറ, ഷിബു ചിറക്കട, അനിൽ ചിറക്കട, ഷിബിനു, ഷാജഹാൻ, പ്രമോദ്, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ചക്കുവള്ളിയിൽ തന്നെ നടക്കും. ദേവസ്വം മൈതാനത്ത് നവകേരള സദസ്സിന് ഒരുക്കം പൂർത്തിയായെങ്കിലും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സ്വകാര്യ സ്ഥലത്താണ് സദസ്സ് സംഘടിപ്പിക്കുക. 18 വൈകിട്ട് 5-നാണ് ചക്കുവള്ളിയിൽ നവകേരള സദസ്സ് നടക്കുന്നത്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ചക്കുവള്ളിയിൽ തന്നെ നടക്കും. മുമ്പ് ദേവസ്വം മൈതാനിയിലാണ് സദസ്സ് തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂറ്റൻ പന്തലും സദസ്സ് നടത്തുന്നതിനാവശ്യമായ
ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരികയായിരുന്നു. എന്നാൽ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് ദേവസ്വം ഭൂമി നവകേരള സദസ്സിന് നൽകിയ ദേവസ്വം അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഇതേ തുടർന്ന് ദേവസ്വം ഭൂമിക്ക് 100 മീറ്റർ കിഴക്കുമാറി സ്വകാര്യ ഭൂമി തെരഞ്ഞെടുത്തു. ഇവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചക്കുവള്ളിയിൽ തന്നെ കുന്നത്തൂർ നിയോജക മണ്ഡലതല നവകേരള സദസ്സ് നടക്കും. 18-ന് വൈകിട്ട് 5-നാണ് ചക്കുവള്ളിയിൽ നവകേരള സദസ്സ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൊല്ലത്ത് നവകേരള സദസ്സിന് വേദി നിർമ്മിക്കുന്നതിനായി ചതുപ്പ് നിലം മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് മണ്ണിടിയിൽ നിർത്തിവെച്ചു. പീരങ്കി മൈതാനത്ത് വേദി നിർമ്മിക്കുന്നതിനായി നീക്കം ചെയ്യുന്ന മണ്ണ് താമരക്കുളത്തെ ചതുപ്പ് നിലത്തിലാണ് നിക്ഷേപിച്ചത്. പീരങ്കി മൈതാനത്ത് നവകേരള സദസ്സിന് വേദി ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണാണ് താമരക്കുളത്ത് നിക്ഷേപിക്കുന്നതെന്ന് യുവമോർച്ച പ്രവർത്തകർ ആരോപിക്കുന്നു. പീരങ്കി മൈതാനത്ത് നിന്നും ലോഡ് കണക്കിന് മണ്ണ് ഇവിടേക്ക് എത്തിച്ച് ചതുപ്പ് നികത്തൽ നടത്തുന്നതിനിടയിൽ യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് മണ്ണിടൽ നിർത്തിവെച്ചു. ഈ താമരക്കുളത്ത് വയൽ പ്രദേശം, രണ്ടാമുഖത്തിനനുബന്ധിച്ച് നിൽക്കുന്ന ഈ വയൽ പ്രദേശം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളുകൾ പൊളിക്കുന്നു, മതിലുകൾ പൊളിക്കുന്നു, അതോടൊപ്പമുള്ള വേസ്റ്റുകൾ. അത്തരത്തിൽ ഇപ്പോൾ 20-ാം തീയതി കൺട്രോൺമെന്റ് മൈതാനത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊല്ലം കോർപ്പറേഷൻ മേയറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുള്ള മുഴുവൻ വേസ്റ്റുകളും അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും തൂത്തുകൊണ്ടുവന്ന് ഈ വയലിൽ ഇട്ടുകൊണ്ട് ആ വയൽ നികത്തുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വീടുകളിൽ മണ്ണ് കയറുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിച്ചുകൊണ്ട് അവരെ വീടുകളിലേക്ക് കയറുന്നു. ജനങ്ങൾ ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. നവകേരളത്തിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഉല്ലാസയാത്ര നടത്തുമ്പോൾ ഈ പറയുന്ന യാത്രയോടനുബന്ധിച്ച് സാധാരണപ്പെട്ട ആളുകൾക്ക് യാതൊരുവിധ ഗുണവുമില്ല. എന്നാൽ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാരണം സാധാരണപ്പെട്ട ആളുകൾ, താമരക്കുളത്തെ ജനങ്ങൾ, പിണറായി വിജയനും ഇവിടുത്തെ മേയറിന് വോട്ട് ചെയ്ത സാധാരണപ്പെട്ട ആളുകൾ ഇന്ന് ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഓട, ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന മാലിന്യജലം, പുറത്തു പോകേണ്ട ഓട പോലും ഇന്ന് ഈ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. പ്രതിഷേധം കടുത്തതിനെ തുടർന്ന് കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥലത്തെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാമെന്ന് ഉറപ്പു നൽകി. മണൽക്കൂനകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ ആക്കാനുള്ള നടപടികൾ എടുക്കാമെന്നും അറിയിച്ചതോടെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെയുള്ള നടപടികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ പൗരസമിതി ജനകീയ സദസ്സ് നടത്തി. 19-ന് നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായാണ് ജനസദസ്സ് നടത്തിയത്. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുണ്ടറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് KO മാത്യുപണിക്കർ അധ്യക്ഷത വഹിച്ചു. 19-ന് നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായാണ് ജനസദസ്സ് നടത്തിയത്. കുണ്ടറ മണ്ഡലത്തിലെ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. നെടുമ്പായിക്കുളം വരെയുള്ള ഭാഗങ്ങളിൽ 8 റെയിൽവേ ക്രോസുകളാണ് ഉള്ളത്. കുണ്ടറയെ 2 ഭാഗങ്ങളായി, തെക്കും വടക്കും 2 ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് റെയിൽപാത കടന്നു പോവുകയാണ്. പൗരസമിതി സെക്രട്ടറി ശിവൻ വെളിക്കോട്, ഫാസ്റ്റ് സെക്രട്ടറി PMA റഹ്മാൻ, ഫൈനാൻസ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ മാത്യു വർഗീസ്, വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി നന്ദകുമാർ, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഡാനിയൽ കുട്ടി, ഇളമ്പള്ളൂർ SNSM HSS പ്രിൻസിപ്പൽ B അനിൽകുമാർ, പൗരസമിതി ജോയിന്റ് സെക്രട്ടറി സതീഷ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നവകേരള സദസ്സിന് മുന്നോടിയായി അടൂരിൽ വിളംബര ഘോഷയാത്ര നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിന് മുന്നോടിയായി അടൂർ നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. വാദ്യമേളങ്ങൾ, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര ജനറൽ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. സർക്കാർ ജീവനക്കാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദ്, ഉപാധ്യക്ഷ രാജി ചെറിയാൻ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R തുളസീധരൻ പിള്ള, തഹസീൽദാർ ജോൺസാം, ഡെപ്യൂട്ടി തഹസീൽദാർ S സജീവ്, D സജി, TD ബൈജു, PB ഹർഷകുമാർ, S മനോജ്, രാജേന്ദ്ര പ്രസാദ്, സിന്ധു തുളസീധരക്കുറുപ്പ്, K മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അതിന്റെ ഭരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെയും ലോക ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു അധ്യായം തുറന്നുകൊണ്ട് ഇതുവരെ നമ്മുടെ രാജ്യവും കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഒരു ഭരണകൂടം ഒന്നാകെ ഒരു മാസത്തിലേറെ കാലമായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുകയാണ് നവകേരള സദസ്സിലൂടെ. ഇത്തരമൊരു നവകേരള സദസ്സ് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് എല്ലാം 100 നിയോജക മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത് ഇത് നടാടെയാണ്. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ന്യൂസ് ബ്യൂറോ, അടൂർ. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കല്ലടയിൽ വിളംബര ജാഥയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. കിഴക്കേക്കല്ലട പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡിസംബർ 18 നടക്കുന്ന കുന്നത്തൂർ അസംബ്ലി മണ്ഡലം നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചത്. കിഴക്കേക്കല്ലട പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വില്ലേജ് ജംഗ്ഷൻ, കൊച്ചുപ്ലാമൂട്, 2 റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ജാഥകൾ ചുറ്റുമലയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷത വഹിച്ചു. സുചിത്ര ദേവി, എസ് സജിലാൽ, ശ്രുതി ശ്രുതി, എ സുനിൽകുമാർ, വി പ്രദീപ് കുമാർ, മല്ലിക, ഉഷാദേവി, എസ് അനിൽകുമാർ, ജി വേലായുധൻ, എസ് ശാന്തകുമാർ, എൻ അജിത് പ്രസാദ്, എൻ വിജയൻ, അഡ്വക്കേറ്റ് സി ബിനു, സലീൽ, കെ ഷാജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുക്കാസ കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാനമേളയും അവതരിപ്പിച്ചു. വേണു, അഭിഷേക്, സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണം തഴവയിൽ നടത്തി. കാപെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടത്തി. കാപെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ആ 1 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ വളരെ വിശാലമായ പന്തലെല്ലാം ഇട്ട് ഗ്രൗണ്ട് എല്ലാം ഒരുക്കി ഇങ്ങനെ ദേവസ്വം ബോർഡിൽ നിന്ന് വാങ്ങേണ്ടുന്ന അനുമതി മുഴുവൻ വാങ്ങിച്ച് തറവാടക അടച്ച് സ്കൂൾ അധികൃതർക്ക് അടയ്ക്കാനുള്ള ആ പണവും അടച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ BJP-കാരായ 2-3 ആളുകൾ അവർ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. അതിന്റെ വാദം, കോടതിയുടെ നിരീക്ഷണങ്ങൾ, ആ നിരീക്ഷണത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. കോടതി പല കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കുമ്പോഴും പല കാര്യങ്ങളിലും അവരുടെ പരിശോധനകൾ വേണ്ട തരത്തിൽ എത്തിച്ചേരാത്ത മേഖലകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പറഞ്ഞു അവിടെ നടത്താനൊക്കില്ല. തഴവ കടത്തൂർ സൊസൈറ്റി ജംഗ്ഷനിൽ നടന്ന അനുസ്മരണത്തിൽ CPM ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ, കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V വിജയകുമാർ, തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ, അഡ്വക്കേറ്റ് P ശിവപ്രസാദ്, അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, KJ സിദ്ദിഖ്, ഓച്ചിറ ബ്ലോക്ക് അംഗം B ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. കൊല്ലം തോടിന്റെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി യുവമോർച്ച ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. 15 വർഷത്തിലധികമായി കൊല്ലം തോട് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. കഴിഞ്ഞ 15 വർഷത്തിലധികമായി കൊല്ലം തോട് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും കൊല്ലം തോടിന്റെ വികസന ആവശ്യങ്ങൾക്കായി 900ഓളം വരുന്ന കുടുംബങ്ങൾ അവരുടെ നാടും വീടും വിട്ട് അന്യസ്ഥലങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് 2021 ഫെബ്രുവരി 15-ന് അന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ ബോട്ട് യാത്ര നടത്തി ഉദ്ഘാടന മാമാങ്കം നടത്തിയതാണ്. ആ ദുരന്തയാത്ര ഇന്നും കൊല്ലം ജനത ഓർക്കുന്നുണ്ടെന്നും എത്രയും വേഗം കൊല്ലം തോടിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നും പ്രണവ് താമരക്കുളം ആവശ്യപ്പെട്ടു. അവർ ഈ കൊല്ലം തോടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ആർഭാടത്തിൽ ഈ നാട്ടിലെ പറയുന്ന കോൺട്രാക്ടർമാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ടർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ആ കൊല്ലം തോടിന്റെ ഏകദേശം 900-ലധികം കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു. അതെവിടാന്ന് വെച്ചാൽ മയ്യനാട്, പരവൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അതായത് സുനാമി ദുരന്തദിവസത്തിനുള്ള സുനാമി ഫ്ലാറ്റുകൾ എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അവരെ മാറ്റി. വെറും 7.5 കിലോമീറ്റർ മാത്രമല്ല കൊല്ലം തോട് എന്തുകൊണ്ട് 900-ലധികം കുടുംബങ്ങൾ അവരെ വീടും അവരുടെ നാടും വിട്ടുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ പോയി. എന്തിനാ? ഈ നാടിന് വികസനത്തിന് വേണ്ടിയാണ് പോയി.
ഇന്ന് കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവകേരള യാത്ര പോലെ സംവിധാനങ്ങൾ നടത്തുമ്പോൾ ഈ കൊല്ലം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട മധ്യരേഖ എന്നറിയപ്പെടുന്ന കൊല്ലം തോട് എന്തുകൊണ്ട് പുനർവികസനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വികസനം കൊണ്ടൊന്നും അവിടെ ബോട്ട് സർവീസ് നടക്കുന്നില്ല? കൊല്ലം തോടിന്റെ ഇന്നത്തെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി അഭിഷേക് മുണ്ടക്കൽ, ട്രഷറർ അഭിജിത്ത് ആശ്രാമം, കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ്, മണ്ഡലം സെക്രട്ടറി MS ആദിത്യൻ, BJP ഏരിയ പ്രസിഡന്റ് മനുലാൽ, നേതാക്കളായ രഞ്ജിത അനിൽ, ബിനു ആരാട്ടുകാവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞശാലയിൽ പ്രതിഷ്ഠാകർമ്മം നടത്തി. ഇതിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ചാണ് യജ്ഞശാലയിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ച ബിംബപ്രതിഷ്ഠ ആദ്യം ചാവടിയിലുള്ള വടക്കുഭാഗത്തെ ആൽത്തറയിലും തുടർന്ന് താമരക്കുളം ജംഗ്ഷന് സമീപത്ത് ഘോഷയാത്രയുമായി എത്തിച്ചതിനു ശേഷമാണ് യജ്ഞശാലയിൽ പ്രതിഷ്ഠ നടത്തിയത്. ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയാണ് നടത്തിയത്. മനോജ് നമ്പൂതിരിയാണ് യജ്ഞഹോതാവ്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ, സെക്രട്ടറി ശ്രീജേഷ് കുമാർ, സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്യാംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. 15 വയസ്സുകാരിക്ക് നേരെ അതിക്രമം. യുവാവ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിൽ. ഓടനാവട്ടം പാലോട്ടുകോണം സ്വദേശി മനുവാണ് അറസ്റ്റിലായത്. കുന്നത്തൂരിലെ നവകേരള സദസ്സ് ചക്കുവള്ളിയിൽ നടത്തും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വേദിയൊരുക്കും. കൊല്ലത്ത് നവകേരള സദസ്സിനായി ചതുപ്പ് നിലം നികത്താൻ ശ്രമിച്ചത് യുവമോർച്ച തടഞ്ഞു. കൊല്ലം തോടിന്റെ വികസന മുരടിപ്പ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ യുവമോർച്ച ഉപരോധിച്ചു. 15 വർഷത്തിലധികമായി തോട് വികസനത്തിന്റെ പേരിൽ തുക ദൂർത്തടിക്കുകയാണെന്ന് ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017440